യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. ഞങ്ങൾ കൂട്ടായ്മ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 27. എനിക്ക് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടവുമല്ല, നല്ല ഭയമുണ്ട്. അവിടെ കൂട്ടായ്മ ഇരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ലീഡർ പറഞ്ഞു, ആർക്കാണ് ഹാർട്ടിനൊരു പ്രശ്നമുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ്. 2008 ഞാൻ അപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഇത് അതുകൊണ്ടാണ്, അല്ല ഞാൻ പറയില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് റിഗിലാണ്, കടലിലാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഡിപ്ലോമ. അപ്പോൾ നല്ല ശമ്പളമുണ്ട്, 2 ലക്ഷം രൂപ അടുത്ത് ശമ്പളമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ഇതേപോലെ ചെറിയൊരു ചെവി വേദന പോലെ വന്നു. സാക്ഷ്യം നീണ്ടുപോകും ചിലപ്പോൾ. അത് ചെവി ഒരു ഡോക്ടറെ കൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു, അമൃതയിലെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ആൻജിയോഗ്രാം ചെയ്തേക്കെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്. എറണാകുളത്ത് എവിടെയെല്ലാം പോകാൻ പറ്റും അവിടെയെല്ലാം ചെന്ന് നോക്കി, പലരും പലതോ പറഞ്ഞത്. ഒരു ഡോക്ടർ പറഞ്ഞു, മദ്രാസിലെ ഒരു ഡോക്ടർ പറഞ്ഞത്, നീ ബോംബ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അടുത്ത വേറൊരാൾ പറഞ്ഞത്, നീ റിസൈൻ ചെയ്യാൻ പോലും അങ്ങോട്ട് പോകരുത്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുക. ഞാൻ ദൈവത്തിന് മുമ്പിലും അല്ല, ചെകുത്താനോടത്തല്ലാത്ത പോലെയായി. എൻ്റെ ഭാര്യയ്ക്ക് ദൈവവിശ്വാസമുള്ള ആളാണ്. പുള്ളിക്കാരത്തി ഉടനെ പറഞ്ഞത്, നമുക്കൊരു ധ്യാനം കൂടിയിട്ട് ബാക്കി തീരുമാനിക്കാം. ഞാൻ അമൃതയിൽ 1 ലക്ഷം രൂപ കെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ ധ്യാനം കൂടാനായിട്ട് ഇല്ലിത്തോടെ ഞാൻ പോയത്. ധ്യാനം കഴിഞ്ഞ് അവിടുത്തെ ജോസച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. ജോസച്ചൻ പറഞ്ഞത്, നീ മരുന്നെടുത്ത് നീ ജോലിക്ക് പോയിക്കോ, അത് തന്നെ ഇന്ന് ഞാൻ തുടരണം. ആ ധ്യാനം അന്ന് മുതൽ കഴിയുന്ന സമയത്തല്ല എവിടെയെല്ലാം ധ്യാനം വരുന്നുണ്ടോ. ഇപ്പോൾ 2008 തുടങ്ങിയതാണ്, ഇതുവരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. ഇന്നും ആ ജോലി എനിക്കുണ്ട്, ഒരു പ്രശ്നമില്ല. ദൈവത്തിൽ യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഇന്നത്തെ ക്ലാസ്സുകളിലുള്ള ബോധ്യങ്ങളും നമ്മളുടനെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാൻ പോവുകയാണ്. ആരെങ്കിലും ഒരാൾ കൂടി പറയാനുണ്ടെങ്കിൽ അച്ഛൻ തയ്യാറാകുമ്പോഴേക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ സഹോദരിയാണ് ലീഡറായിട്ട് നിന്നത്. ആ സഹോദരി ഇപ്പോൾ പറഞ്ഞ സഹോദരൻ്റെ ഹാർട്ടിൻ്റെ കേസ് പറഞ്ഞ് അതുകൂടാണ്ട് വേറൊരു ഇത് പറഞ്ഞിങ്ങനെ വേറെ തലവേദനയുടെ കേസ്, എനിക്ക് തലവേദന കേസ്, ഇത് പിന്നെ നടുവേദനയുടെ കാര്യം പറഞ്ഞ്, പിന്നെ നല്ല അഭിഷേകം ഇടുന്നു ഞങ്ങൾ എല്ലാം. പിന്നെ ഒരു അപ്പച്ചനുണ്ടായി, അപ്പച്ചനും നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് ഇങ്ങനെ വായിക്കാനും എഴുതാനെന്ന് പറഞ്ഞുകൂടാത്ത ഒരാളാണ്. പക്ഷേ 10-20 വർഷമായിട്ട് ഞാൻ ശുശ്രൂഷയിലാണ്. ഈ സാറിൻ്റെ ധ്യാനമൊക്കെ കൂടി ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ 20 കൊല്ലമായിട്ടും ശുശ്രൂഷ തന്നെയാണ്. ഇതിന്ന് മാറാനായിട്ട് ഈശോ എന്നെ അനുവദിച്ചിട്ടില്ല. ഈശോ എന്നെ മുറുക്കെ പിടിച്ചേക്കഴിഞ്ഞു. അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം ഇന്നും ശുശ്രൂഷ, വീട്ടിൽ ഒരു ചെറിയ ശുശ്രൂഷ നടത്തുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഇഷ്ടംപോലെ ആളും ഒക്കെ ഉണ്ടാവും. അത് ഒരു ഒത്തിരി മക്കൾ വന്ന് ഈശോയുടെ അനുഗ്രഹം വായിക്കുന്നുണ്ട്. അത് എന്നിലൂടെയൊക്കെ ഒത്തിരി ഞങ്ങൾ 3-5 പേരുണ്ട്, പോലീസ് സാറ്, അങ്ങനെ കുറച്ച് പേരെ കൂടി അങ്ങ് ഒന്നിച്ച് ഡെയിലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിലൂടെയൊക്കെ ഒത്തിരി കൃപ ഈശോ നൽകുന്നുണ്ട്. ഈ ധ്യാനം കൂടാതെ ഈശോ ഞങ്ങൾ ഈ കഴിഞ്ഞ അട്ടപ്പാടിയിൽ ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി കൂടി വന്നോളൂ മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനം. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഈ ധ്യാനം കൂടാനായിട്ട് പോലീസ് സാറ് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 5 പേരാണ്, ഒരാൾക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ 4 പേര് വന്നിവിടെ ധ്യാനം കൂടാൻ ദൈവം അനുവദിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരാരെങ്കിലും ആ പുതിയ സഹോദരിക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്ന് പറയും, എന്താണ് ഇത്രയും നേരം കേട്ടതെന്ന്. ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സന്തോഷമാവും.